ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമരയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വലിയ മസാലപ്പൊടികളോ അങ്ങനെയൊന്നും ചേർക്കാതെ നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിക്ക് ആവശ്യമായിട്ടുള്ളത് അമരയ്ക്കയാണ്. അമരയ്ക്ക പയർ എന്നാണല്ലേ പറയാറുള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ അമരയ്ക്ക എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ഇത്രയും അമരയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പരിപ്പാണ്, തൂരപ്പരിപ്പ്. സാമ്പാറൊക്കെ വെക്കുന്ന ആ പരിപ്പില്ലേ, ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കറി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കഷ്ണമൊക്കെ ഒന്ന് നുറുക്കിയെടുത്തോണ്ട് വരാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നുറുക്കിയെടുത്തിട്ടുള്ളത്, അമരയ്ക്കയും തക്കാളിയും. ഇനി നമുക്ക് അപ്പോഴേക്കും പരിപ്പൊക്കെ നമ്മുടെ ഇവിടെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനിതാ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെന്ത് കുഴഞ്ഞ രൂപത്തിലാവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനി നമ്മൾ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ വിസിൽ കയറ്റി കൊണ്ടുവരും. അപ്പോൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കാൻ നോക്കണം. അപ്പം ഞാനിതവിടെ കഷ്ണങ്ങളെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ്, സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്നതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സി കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് വേറെ മസാലപ്പൊടികളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നാടൻ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുകും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തിടാം. അപ്പോൾ കടുകും മുളകും ഒക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാനിതവിടെ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിളക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാനിതവിടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒഴിച്ചുകറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്